വിശദമായ വാർത്തകളിലേക്ക്. ഇടുക്കി പൂപ്പാറ തോണ്ടിമലയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ വ്യാപക കൃഷിനാശം. 1.5 ഏക്കറോളം ഭൂമിയിലെ ഏലം കൃഷിയാണ് നശിച്ചത്. 3 ദിവസമായി ചക്കക്കൊമ്പൻ മേഖലയിൽ തമ്പടിച്ചിരിക്കുന്നതായി നാട്ടുകാർ പറയുന്നു. ചേരിയാർ സ്വദേശിയായ ഇസ്രായേൽ പാട്ടത്തിനെടുത്ത ഭൂമിയിലെ കൃഷിയാണ് കാട്ടാന നശിപ്പിച്ചത്. ബാങ്ക് വായ്പയെടുത്താണ് കുടുംബം കൃഷി നടത്തിയിരുന്നത്. ഇസ്രായേലിന് ശാരീരിക ബുദ്ധിമുട്ടുള്ളതിനാൽ ഭാര്യ റജീനയുടെ മേൽനോട്ടത്തിലായിരുന്നു കൃഷി നടത്തിയിരുന്നത്. ഏലച്ചെടികൾ പൂർണ്ണമായും നശിച്ചതോടെ ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് കർഷകനുണ്ടായത്. കുടുംബത്തിലെ ഏക വരുമാന മാർഗവും ഇല്ലാതായി. ഇതില് 3 നാളാ വന്ന് ആന എല്ലാം ചെടിയെല്ലാം അമ്പുട്ടും நொறுக்கி எல்லாம் அம்புட்டும் கையாலையெல்லாம் பொழிச்சு எல்லாம் செஞ்சுக்கிட்டு இருக்கு. எங்களுக்கு வேறு ஒரு நிமிர்த்தியும் இல்லை. இனி வாங்கல பரிசை கட்டணுமோ எடுக்கணும்னாலும் ஒரு நிமிர்த்தி இல்லை. நாங்கள் எங்கள் உயிர் போகிறத தவிர எங்களுக்கு வேறு ஒன்றுமே செய்ய முடியாது. எங்களுக்கு ஒரு வழியும் தெரியலை. நாங்கள் ஆத்மஹத்யா செய்கிறத தவிர வேறு எந்த ஒரு வழியுமே தெரியாது. இது இந்த சர்க்கார் பார்த்து எங்களுக்கு ஒரு நியாயம் கிடச்சி எங்களுக்கு எதனாலும் ஒரு உதவி செய்கிறதுக்கு உள்ள இது ஏற்பாடு அவங்க செய்யணும். കൃഷി നശിച്ചതോടെ പാട്ടത്തുകയും ബാങ്ക് വായ്പയും എങ്ങനെ കണ്ടെത്തുമെന്ന ആശങ്കയിലാണ് കുടുംബം. ഏതാനും ദിവസങ്ങളായി ചക്കക്കൊമ്പൻ മേഖലയിൽ തമ്പടിച്ചിരിക്കുകയാണ്. മറ്റു കൃഷിയിടങ്ങളിലും നാശം വിതച്ചിട്ടുണ്ട്. അപകടകാരിയായ അരിക്കൊമ്പനെ മയക്കുവെടി വെച്ച് പിടിക്കുന്നതിനും ചക്കക്കൊമ്പൻ, മൊട്ടവാലൻ തുടങ്ങിയ ആനകളെ റേഡിയോ കോളർ ഘടിപ്പിച്ച് നിരീക്ഷിക്കുന്നതിനുമായി ഹൈറേഞ്ച് സർക്കിൾ CCF ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. എന്നാൽ തുടർ നടപടികൾ ഇതുവരെയും ആരംഭിച്ചിട്ടില്ല. ന്യൂസ് 18 ഇടുക്കി. കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിൽ 1,44 ലക്ഷം രൂപയുടെ സ്വർണം കസ്റ്റംസ് പിടികൂടി. ഗ്രീൻ ചാനലിലൂടെ കടത്താൻ ശ്രമിച്ച 44 ലക്ഷം രൂപയുടെ സ്വർണവും ക്യാപ്സൂൾ രൂപത്തിലാക്കി ശരീരത്തിൽ ഒളിപ്പിച്ചു കൊണ്ടുവന്ന സ്വർണവുമാണ് പിടികൂടിയത്. ജിദ്ദയിൽ നിന്നും വന്ന മലപ്പുറം സ്വദേശി മുഹമ്മദ് യാസിർ, ദുബായിൽ നിന്നും എത്തിയ മലപ്പുറം സ്വദേശി ഫസൽ എന്നിവരാണ് സ്വർണം കൊണ്ടുവന്നത്. മുഹമ്മദ് യാസിറിന്റെ കൈവശം 1059 ഗ്രാം സ്വർണവും ഫസലിന്റെ കൈവശം 1156 ഗ്രാം സ്വർണവുമാണ് ഉണ്ടായിരുന്നത്. 916 ഗ്രാം തൂക്കം വരുന്ന മിശ്രിത രൂപത്തിലുള്ള സ്വർണമാണ് ഗ്രീൻ ചാനലിലൂടെ കടത്താൻ ശ്രമിച്ചത്. കോഴിക്കോട് കോടഞ്ചേരി കൂരോട്ടുപാറയിൽ പതിവായി കൃഷിയിടത്തിലെത്തുന്ന കാട്ടാനകൾ വ്യാപക നാശം വിതയ്ക്കുന്നു. വൈകിട്ടോടെ കാടിറങ്ങുന്ന കാട്ടാനകൾ രാവിലെ വരെ കൃഷിയിടത്തിൽ തുടരും. വീടുകൾക്ക് സമീപത്തു പോലും കാട്ടാനകൾ എത്തുന്നതിനാൽ മലയോരത്ത് താമസിക്കുന്നവർ ഭീതിയിലാണ്. കോടഞ്ചേരി പഞ്ചായത്തിലെ 7ാം വാർഡിലെ കൂരോട്ടുപാറ പ്രദേശം വർഷങ്ങളായി കാട്ടാനയുടെ താവളമാണ്. വനപ്രദേശത്തോട് ചേർന്ന ഭാഗങ്ങളിലായിരുന്നു ആദ്യകാലത്ത് കാട്ടാനകൾ എത്തിയിരുന്നത്. കാട്ടാനയെ പേടിച്ച് പലരും വീടും സ്വത്തും ഉപേക്ഷിച്ച് താഴ്ഭാഗങ്ങളിലേക്ക് താമസം മാറ്റിയിരുന്നു. എന്നാൽ ഇപ്പോൾ ഇവിടെയും ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണെന്ന് നാട്ടുകാർ പറയുന്നു. വെളുപ്പിന് ഒരു 3:30 ആയപ്പോഴത്തേക്കിനെ ഇവിടെ ഇങ്ങനെ ഈ തെങ്ങ് പടുത്തിടുന്നൊരു ശബ്ദം കേട്ടു. പടുത്തിടുന്നാൽ ആദ്യം വലിക്കുന്നതാണ് ശബ്ദം കേട്ടത്. അപ്പം ഞാൻ എഴുന്നേറ്റ് ഇവിടെ വാതിൽക്കൊന്ന് നിന്ന് നോക്കി. അത് കഴിഞ്ഞപ്പോഴത്തേനും ഇത് വലിച്ച് ഈ ജാതിയെ ഇങ്ങനെ തങ്ങി നിൽക്കുകയായിരുന്നു. ആ ജാതിയെ ഒന്ന് തട്ടി താഴോട്ട് വീഴുന്നതുണ്ട്. അപ്പം ഞങ്ങൾ 2 പേര് തന്നെ ഉണ്ടായിരുന്നുള്ളൂ ഈ വീട്ടിൽ. ഞങ്ങൾ 2 പേരും കൂടി ഓടി താഴെ ചെന്നു. താഴെ ഉണ്ടായിരുന്ന അയൽവാസിയോട് ഈ വിവരങ്ങൾ പറഞ്ഞു. അയൽവാസിയും കൂടെ ഓടി വന്നു. ഞങ്ങളെല്ലാവരും കൂടെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേന് ആന മേളിലോട്ട് അങ്ങോട്ട് കയറി അങ്ങ് പോയി. കാട്ടാനകളെത്തി കൃഷി നശിപ്പിക്കുന്നത് പതിവാണ്. വനപാലകർ സ്ഥലത്തെത്തി പടക്കം പൊട്ടിച്ചാണ് ആനയെ തുരത്തിയത്. വനം വകുപ്പിൽ നിന്ന് നഷ്ടപരിഹാരം ലഭിക്കാൻ കടമ്പകൾ ഏറെയാണെന്ന് കർഷകർ പറയുന്നു. തെങ്ങ്, വാഴ, കമുക്, ജാതി, കൊക്കോ തുടങ്ങിയ കാർഷിക ഉൽപ്പന്നങ്ങൾ വ്യാപകമായി നശിപ്പിക്കുകയാണ്. ഒരു തെങ്ങ് കർഷകൻ്റെ ഒരു 30 വർഷമായ ഒരു തെങ്ങ് ആന തകർത്തിട്ടുണ്ടെങ്കിൽ അവരൊരു 3000 തരും. ഈ 3000 തരുമ്പോൾ 1000 കൂടുതൽ രൂപ നമുക്ക് മുടക്കാം. എങ്ങനെ റേഞ്ച് ഓഫീസിൽ പോകണം, കൈവശ സർട്ടിഫിക്കറ്റ് വാങ്ങണം, കരംകെട്ടി രസീതി പേപ്പറിലുണ്ടാക്കി പോകാൻ എന്നെങ്കിലും കിട്ടും. എന്നെങ്കിലും അത് കിട്ടുള്ളൂ. പക്ഷെ അത് നമുക്ക് ആവശ്യമില്ല. നമ്മുടെ മുതൽ നശിപ്പിക്കാണ്ടിരുന്നാൽ മതി. പോയാലും മനുഷ്യന് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇവിടെ. കൃഷിക്ക് വേണ്ടി ബാങ്ക് വായ്പ എടുത്തവർ ജപ്തി ഭീഷണിയിലാണ്. കൃഷി ചെയ്യാനോ ഭൂമി വിൽപ്പന നടത്താനോ കഴിയുന്നില്ല. വീടുപേക്ഷിച്ച് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറിയവർ വീട് നിർമ്മിക്കാൻ പോലും കഴിയാതെ പ്രയാസപ്പെടുകയാണ്. ഇത് വന്നുള്ള തെങ്ങുള്ള ആദായം മുഴുവൻ നശിപ്പിച്ച് കളയുകയല്ലേ. ഒരു പെര പോലും വെച്ചിട്ടില്ല. മലയാള സ്ഥലം 2 ഏക്കർ സ്ഥലം അവിടെ കിടപ്പുണ്ട്. ഇതാണ് നമ്മുടെ അവസ്ഥ. ഒരു ഇപ്പം ബാങ്കിൽ നിന്നൊക്കെ ജപ്തി നോട്ടീസ് വന്നുകൊണ്ടിരിക്കുക. ഈ ഇടയിൽ മറ്റേ അവിടുന്ന് സമൻസ് വരെ വന്നു കോടതിയിൽ നിന്ന്. വനാതിർത്തിയിൽ സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും വനംവകുപ്പ് തയ്യാറാകണമെന്നാണ് കർഷകരുടെ ആവശ്യം. ന്യൂസ് 18 കോടഞ്ചേരി. ഇടുക്കി നെടുങ്കണ്ടം പൊന്നാമലയിൽ പുലി ഇറങ്ങിയതായി അഭ്യൂഹം.
രാവിലെ പുല്ലു മുറിക്കാൻ പോയ സ്ത്രീയാണ് 2 പുലികളെ കണ്ടതായി അറിയിച്ചത്. കല്ലാർ ചിന്നാർ ഫോറസ്റ്റ് സെക്ഷൻ ഓഫീസിൽ നിന്നും വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ മേഖലയിൽ പരിശോധനകൾ നടത്തുന്നു. കാർഷിക മേഖലയായ പൊന്നാമലയിൽ രാവിലെ പുല്ലുവെട്ടാൻ പോയ വീട്ടമ്മമാരാണ് പുലിയെ കണ്ടത്. പുലിയെ കണ്ട വീട്ടമ്മ ഭയന്നോടിയെന്നും പ്രദേശവാസികൾ പറയുന്നു. എന്റെ വീടിന്റെ അടുത്താണ് പുലി രാവിലെ പുലിയെത്താൻ പോയ ചേച്ചിയാണ്. 2 പുലി ഉണ്ടായിരുന്നു. 2 പുലി ഉണ്ടായിരുന്നു. ഒരു പുല്ലുമൊക്കെ ഇട്ടേക്ക് ഓടി. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മേഖലയിലെത്തി പരിശോധന നടത്തി. പുല്ല് നിറഞ്ഞ പ്രദേശമായതിനാൽ കാൽപ്പാടുകൾ കണ്ടെത്താനായിട്ടില്ല. 2 ദിവസം മേഖലയിൽ പരിശോധന തുടരും. ന്യൂസ് 18 നെടുങ്കണ്ടം. MP രാഹുൽ ഗാന്ധി വണ്ടൂർ താലൂക്ക് ആശുപത്രിയിലെ ഡയാലിസിസ് സെന്ററിലേക്ക് അയച്ച 35 ലക്ഷം വില വരുന്ന ഉപകരണങ്ങൾ അടങ്ങിയ കണ്ടെയ്നർ മെഡിക്കൽ ഓഫീസർ തിരിച്ചയച്ചതിൽ പ്രതിഷേധം ശക്തം. മെഡിക്കൽ ഓഫീസർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് HMC അംഗങ്ങൾ രംഗത്ത് വന്നു. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് MP രാഹുൽ ഗാന്ധി KMSCL വഴി താലൂക്ക് ആശുപത്രിയിലേക്ക് അയച്ച ഡയാലിസിസ് കേന്ദ്രത്തിലേക്ക് ആവശ്യമായ ഉപകരണങ്ങളടങ്ങിയ കണ്ടെയ്നർ മെഡിക്കൽ ഓഫീസർ കേന്ദ്രം ആരംഭിക്കാൻ വേണ്ട സൗകര്യങ്ങളായിട്ടില്ലെന്ന് പറഞ്ഞ് മടക്കിയത്. തുടർന്ന് ഇക്കാര്യമറിഞ്ഞ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് NA മുബാറക് KMSCL അധികൃതരുമായി ബന്ധപ്പെട്ട് കണ്ടെയ്നർ മടങ്ങിപ്പോകുന്നത് തൽക്കാലം തടയുകയായിരുന്നു. ഇതോടെ കണ്ടെയ്നർ വടകര ഭാഗത്ത് ഹൈവേയിൽ കിടക്കുകയാണ്. മെഡിക്കൽ ഓഫീസർക്കെതിരെ നടപടി വേണമെന്നാണ് HMCയിൽ പൊതുവെ ഉയർന്ന ആവശ്യം. കാര്യങ്ങൾ അന്വേഷിക്കാൻ 3 അംഗ കമ്മിറ്റിയെ ചുമതലപ്പെടുത്തിയതായും നടപടി ഉണ്ടാകുമെന്നും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് NA മുബാറക് പറഞ്ഞു. കഴിഞ്ഞ ദിവസം വന്ന ഈ ICU ബെഡുകൾ തിരിച്ചയച്ച സംഭവത്തെക്കുറിച്ച് ആ സംഭവം വളരെ ഗൗരവമായി ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി കാണുകയാണ്. ഇന്ന് കൂടിയ HMC യോഗത്തിൽ വെച്ച് ആരാണ് അങ്ങനെ തിരിച്ചയച്ചത്, അതിന് ഉത്തരവാദികൾ ആര് എന്ന കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കുവാൻ 3 അംഗങ്ങളെ ഒരു അന്വേഷണ കമ്മീഷനായി ഇന്നത്തെ HMC യോഗം തീരുമാനമെടുത്തിട്ടുണ്ട്. ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തുമെന്നും വേണ്ട നടപടിയെടുക്കുമെന്നും MLA AP അനിൽകുമാർ വ്യക്തമാക്കി. കണ്ടെയ്നർ മടക്കിവിടില്ലെന്നും താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസ് കേന്ദ്രം സ്ഥാപിക്കുമെന്നുമാണ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ നിലപാട്. ന്യൂസ് 18 മലപ്പുറം. ഇടുക്കി ചെമ്പകപ്പാറയിൽ വൈദ്യുതി ലൈനിൽ നിന്ന് തീ പടർന്ന് 10 ഏക്കറിലധികം കൃഷിഭൂമി കത്തിനശിച്ചു. നാട്ടുകാർ തീ നിയന്ത്രണ വിധേയമാക്കിയെങ്കിലും നിരവധി പേരുടെ കൃഷി നശിച്ചു. വൈദ്യുതി ലൈൻ കൂട്ടിയിടിച്ചാണ് അഗ്നിബാധയുണ്ടായത്. ചെമ്പകപ്പാറ മേഖലയിൽ തീ പടരുന്നത് പതിവായതിനാൽ ഓരോ വേനൽക്കാലവും നാട്ടുകാർ ഭീതിയോടെയാണ് കഴിഞ്ഞുകൂടുന്നത്. റവന്യൂ, കൃഷി വകുപ്പുകൾ നഷ്ടക്കണക്ക് തയ്യാറാക്കുമെങ്കിലും പലപ്പോഴും കിട്ടാൻ വൈകുമെന്നും നാട്ടുകാർ പറയുന്നു. കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇന്നലെയുണ്ടായ തീപിടുത്തത്തിൽ ആശുപത്രി അധികൃതർ ആരോഗ്യവകുപ്പിന് റിപ്പോർട്ട് സമർപ്പിച്ചു. ആരോഗ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ആരോഗ്യ വിദ്യാഭ്യാസ ഡയറക്ടർക്കാണ് റിപ്പോർട്ട് നൽകിയത്. കെട്ടിടത്തിലുണ്ടായിരുന്ന എയർ ഹാൻഡ്ലിംഗ് യൂണിറ്റിലെ ഡക്റ്റുകൾക്കാണ് തീപിടിച്ചത് എന്നാണ് ഫയർഫോഴ്സ് കണ്ടെത്തൽ. തീപിടിച്ച കെട്ടിട ഭാഗങ്ങളിൽ പരിശോധന നടത്തി അറ്റകുറ്റപ്പണികൾ നടത്തണം. പണി പൂർത്തിയാക്കി കെട്ടിടം ഈ വർഷം തന്നെ കൈമാറണമെന്നും ആശുപത്രി അധികൃതർ കരാറുകാർക്ക് നിർദ്ദേശം നൽകി. കോതമംഗലത്ത് റോഡിൽ കിടന്നു കിട്ടിയ പണമടങ്ങിയ പേഴ്സ് തിരികെ നൽകി ചെത്തുതൊഴിലാളി. 70,000 രൂപയടങ്ങിയ പേഴ്സാണ് ഊന്നുകൽ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഉടമയ്ക്ക് കൈമാറിയത്. നെല്ലിമറ്റം പന്തനാൽ പുത്തൻപുര സലി തങ്കപ്പനാണ് ഉടമയായ തലക്കോട് സ്വദേശിനി നീതു ദിലീഷിന് പേഴ്സ് കൈമാറിയത്. നെല്ലിമറ്റം മില്ലുപടിക്ക് സമീപത്തെ കടയിൽ നിന്ന് വരുമ്പോഴാണ് റോഡരികിൽ പേഴ്സ് കണ്ടത്. ഉടനെ സലി ഊന്നുകൽ പോലീസ് സ്റ്റേഷനിൽ പേഴ്സ് ഏൽപ്പിക്കുകയായിരുന്നു. ഹൈറേഞ്ചിൽ കറുത്ത പൊന്നിന് തിളക്കം വാങ്ങുന്നു. രോഗബാധ മൂലം കുരുമുളകിന്റെ ഉൽപാദനം കുറഞ്ഞതിനൊപ്പം വിലയിടിവും കർഷകർക്ക് തിരിച്ചടിയാകുകയാണ്. ഹൈറേഞ്ചിലെ കറുത്ത പൊന്നിന് ഇപ്പോൾ മുൻപത്തെ പോലെ അത്ര പ്രൗഢിയൊന്നുമില്ല. കീടബാധയും കൃഷിനാശവും കർഷകരെ വലയ്ക്കുന്നതിനിടെയാണ് വിലയിടിവും തിരിച്ചടിയാകുന്നത്. വിളവെടുപ്പിന് മാസങ്ങൾക്ക് മുൻപ് കുരുമുളകിന് വലിയ തോതിൽ വില വർദ്ധിക്കും. വിളവെടുപ്പ് സീസണിൽ കുരുമുളകിനുണ്ടാകുന്ന വിലയിടിവിൽ ആശങ്കയിലാണ് കർഷകർ. കുരുമുളകിൻ്റെ വിളവെടുപ്പ് സീസണാണിപ്പം. കുരുമുളകിന് വിളവെടുപ്പ് സീസൺ ആയതിൻ്റെ പേരിൽ ഇപ്പോൾ ഒരു തൊഴിലാളിനെ ഒരു പണിക്കാരനെ നമ്മൾ വെച്ച് ഈ കുരുമുളക് പറിപ്പിക്കുകയാണെങ്കിൽ ആ തൊഴിലാളിക്ക് 700 രൂപയും ചിലവും കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ്. പക്ഷേ ഈ കുരുമുളകിനിപ്പം വില ഇടിഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിൽ ഒരു കാരണവശാലും ഒരു പണിക്കാരനെ വെച്ച് ഒരു തൊഴിലാളിനെ വെച്ച് ഈ കുരുമുളക് പറിച്ച് നമുക്ക് ഒരു കാരണവശാലും ലാഭം അല്ലെങ്കിൽ നമുക്കൊന്നും കിട്ടാനുള്ളൊരു സംവിധാനം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. വിയറ്റ്നാം, ശ്രീലങ്ക എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള കുരുമുളക് ഇറക്കുമതിയും ഇവിടുത്തെ കർഷകർക്ക് തിരിച്ചടിയാണ്. വിളവെടുപ്പ് കാലത്ത് തൊഴിലാളികൾക്ക് 700 മുതൽ 800 രൂപ വരെ കൂലി നൽകണം. കൂലി എത്ര നൽകിയാലും തൊഴിലാളികളെ കിട്ടാനില്ലാത്തത് മറ്റൊരു പ്രതിസന്ധി.
കുരുമുളകിന് തറവില നിശ്ചയിക്കണമെന്നും സർക്കാരിന്റെ ശക്തമായ ഇടപെടൽ ഉണ്ടാകണമെന്നുമാണ് കർഷകരുടെ ആവശ്യം. ന്യൂസ് 18 ഇടുക്കി. ഇടുക്കി വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് 17 ലക്ഷം രൂപ മുടക്കി നിർമ്മിച്ച ഗ്രാമചന്ത പദ്ധതി എങ്ങുമെത്തിയില്ല. പദ്ധതിക്കായി നിർമ്മിച്ച കെട്ടിടം ഇപ്പോഴും അടഞ്ഞുകിടക്കുകയാണ്. കർഷകർക്ക് മികച്ച വിൽപ്പന സൗകര്യം ഒരുക്കുക ലക്ഷ്യമിട്ട് വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് ആവിഷ്കരിച്ചതാണ് ഗ്രാമചന്ത പദ്ധതി. പച്ചക്കറിയും പഴവർഗ്ഗങ്ങളും ഇടനിലക്കാരില്ലാതെ നേരിട്ട് വിപണിയിലെത്തിക്കുകയായിരുന്നു ലക്ഷ്യം. വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് 2020-21 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 17 ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് കെട്ടിടം നിർമ്മിച്ച് വിപുലമായ രീതിയിൽ ഉദ്ഘാടനം നടത്തുകയും ചെയ്തു. എന്നാൽ പിന്നീട് ഈ കെട്ടിടം തുറന്നു പ്രവർത്തിച്ചിട്ടില്ല. വളരെ വിപുലമായ രീതിയിലുള്ള ഒരുക്കങ്ങളും എല്ലാം തന്നെ നടത്തി അതിൻ്റെ ഉദ്ഘാടന സമ്മേളനങ്ങളും മറ്റുമൊക്കെ നടത്തിയിട്ട് 2 വർഷങ്ങളായി. നാളിതുവരെ കർഷകർക്ക് പ്രയോജനപ്പെടുന്ന ഒരു സംവിധാനം ഒരുക്കുന്നതിൽ സർക്കാർ പരാജയപ്പെടുകയാണ്. ജനോപകാരപ്രദമായ ചന്തയുടെ പ്രവർത്തനം പുനരാരംഭിക്കാൻ ജനപ്രതിനിധികളും ഇടപെടാത്തതിൽ നാട്ടുകാർക്ക് കടുത്ത പ്രതിഷേധമുണ്ട്. ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുവാനാണ് നാട്ടുകാരുടെ തീരുമാനം. ന്യൂസ് 18 വണ്ടിപ്പെരിയാർ. രാജ്യാന്തര കോണ്ടം ദിനാചരണത്തോട് അനുബന്ധിച്ച് തിരുവനന്തപുരത്ത് ബോധവൽക്കരണ പരിപാടി. എയ്ഡ്സ് ഹെൽത്ത് കെയർ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിലാണ് തലസ്ഥാന നഗരിലെ വിവിധ കോളേജുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തി ബോധവൽക്കരണ സെമിനാറും കലാപരിപാടികളും സംഘടിപ്പിച്ചത്. ോടെ ഇന്ത്യയിലെ ആദ്യ HIV രഹിത സംസ്ഥാനമായി കേരളത്തെ മാറ്റുകയെന്ന ലക്ഷ്യത്തോടെയാണ് സംസ്ഥാന എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയും ഹെൽത്ത് കെയർ ഫൗണ്ടേഷനും സംയുക്തമായി രാജ്യാന്തര കോണ്ടം ദിനാഘോഷം സംഘടിപ്പിച്ചത്. അയ്യങ്കാളി ഹാളിൽ നടന്ന പരിപാടിയിൽ ബോധവൽക്കരണ ക്ലാസുകൾക്കൊപ്പം കലാപരിപാടികളും അരങ്ങേറി. ഗർഭനിരോധന ഗുളികകൾ ഉപയോഗിക്കുന്നത് ഗുരുതരമായ പാർശ്വഫലങ്ങൾ ഉണ്ടാക്കുമെന്ന് സെമിനാറിൽ പങ്കെടുത്ത ആരോഗ്യ വിദഗ്ധർ. കോണ്ടത്തിന്റെ പ്രചാരം വർദ്ധിപ്പിക്കുന്നത് ഗർഭനിരോധനത്തിന് പുറമെ സാംക്രമിക രോഗങ്ങളിൽ നിന്ന് രക്ഷ തേടാനും സഹായകരമാകുമെന്നും ഹെൽത്ത് കെയർ ഫൗണ്ടേഷന്റെ പ്രോഗ്രാം ഡയറക്ടർ ഡോക്ടർ ശ്യാം പ്രസാദ് അഭിപ്രായപ്പെട്ടു. തലസ്ഥാന നഗരിയിലെ വിവിധ കോളേജുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ പങ്കാളിത്തത്തോടെ സംഘടിപ്പിച്ച സംഗീത നിശയും കൗതുകമായി. ന്യൂസ് 18 തിരുവനന്തപുരം. സമ്പൂർണ്ണ സെപ്റ്റിക് ടാങ്ക് പഞ്ചായത്ത് എന്ന ആശയവുമായി കാസർഗോഡ് വലിയ പറമ്പ ഗ്രാമപഞ്ചായത്ത്. പഞ്ചായത്തിലെ കുടിവെള്ള സ്രോതസ്സുകളിൽ ഹാനികരമായ ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയതിനെ തുടർന്നാണ് പഞ്ചായത്തിന്റെ ഇടപെടൽ. കുടിവെള്ളം മലിനമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പഞ്ചായത്തിലെ മുഴുവൻ വീടുകളിലും സെപ്റ്റിക് ടാങ്ക് സ്ഥാപിക്കുന്നതിനാണ് പഞ്ചായത്ത് പദ്ധതി തയ്യാറാക്കുന്നത്. ഇതിന്റെ ഭാഗമായി പ്രത്യേക ക്യാമ്പയിന് തുടക്കമായി. സംസ്ഥാന ശുചിത്വ മിഷൻ, ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, മറ്റ് ഏജൻസികൾ എന്നിവയുടെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുക. ഈ ക്യാൻസറും കുടിവെള്ളവും തമ്മിൽ ബന്ധമുണ്ട് എന്ന് തന്നെയാണ് ആരോഗ്യ പ്രവർത്തകർ ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ പഞ്ചായത്തിനകത്തെ മുഴുവൻ വീടുകളിലും സെപ്റ്റിക് ടാങ്ക് നിർമ്മിക്കുക എന്ന ഒരു വലിയ കടമ്പയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഹരിതകർമ്മ സേനാംഗങ്ങളുടെ നേതൃത്വത്തിൽ ആശാ വർക്കർമാർ, CDS അംഗങ്ങൾ എന്നിവരടങ്ങിയ സംഘം സർവേ പൂർത്തിയാക്കി പഞ്ചായത്തിന് കൈമാറി. 2244 ഒറ്റക്കുഴി ടാങ്കും 508 ഇരട്ടക്കുഴിയുമാണുള്ളത്. 2752 സെപ്റ്റിക് ടാങ്കുകൾ നിർമ്മിക്കുക എന്ന കടമ്പയാണ് ഗ്രാമപഞ്ചായത്തിന് മുന്നിലുള്ളത്. BPL വരെയുള്ളവർക്ക് സൗജന്യമായും ശേഷിക്കുന്നവർക്ക് 50% ഗുണഭോക്തൃ വീതം വാങ്ങിയും ടാങ്കുകൾ നിർമ്മിച്ചു നൽകാനാണ് ആലോചിക്കുന്നത്. ശുചിത്വ മിഷന്റേതുൾപ്പെടെ ലഭിക്കാവുന്ന ഫണ്ടുകൾ പ്രയോജനപ്പെടുത്തി 2023-24 പദ്ധതിയിൽ സെപ്റ്റിക് ടാങ്ക് ക്യാമ്പയിൻ പൂർത്തിയാക്കുകയാണ് ലക്ഷ്യം. നിത്യമുക്തി ക്യാമ്പയിന്റെ ഭാഗമായി 1700ഓളം സോക്ക് പിറ്റ് നിർമ്മിച്ച് ദ്രവമാലിന്യ നിർമ്മാർജ്ജന രംഗത്ത് മാതൃകയാകാൻ പഞ്ചായത്തിന് സാധിച്ചിരുന്നു. ന്യൂസ് 18 കാസർഗോഡ്. നിലമ്പൂർ നെടുങ്കയം ഡിപ്പോയിലെ തേക്ക് തടി ലേലത്തിൽ വിറ്റുപോയത് റെക്കോർഡ് വിലയ്ക്ക്. ഒറ്റത്തടിക്ക് നികുതി ഉൾപ്പെടെ ലഭിച്ചത് 22 ലക്ഷം രൂപയാണ്. കഴിഞ്ഞ ദിവസം വനം വകുപ്പിന്റെ കരുളായി നെടുങ്കയം ടിംബർ സെയിൽസ് ഡിപ്പോയിൽ നടന്ന ലേലത്തിലാണ് തേക്കുതടി ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വിലയ്ക്ക് പോയത്. തിരുവനന്തപുരം വൃന്ദാവൻ ടിംബേഴ്സ് ഉടമ ഡോക്ടർ അജീഷാണ് തടി സ്വന്തമാക്കിയത്. 1909 ബ്രിട്ടീഷുകാർ നട്ടുപിടിപ്പിച്ചതും നെടുങ്കയം ഡിപ്പോ പരിസരത്ത് നിന്നിരുന്നതുമായ തേക്ക് തടിയാണിത്.
3.214 ഘനമീറ്ററുള്ള ഈ തേക്ക് തടിക്ക് 274 സെന്റിമീറ്റർ മധ്യവണ്ണവും 6.8 മീറ്റർ നീളവുമുണ്ട്. കയറ്റുമതി ഇനത്തിൽപ്പെട്ട തേക്ക് തടിക്ക് ഘനമീറ്ററിന് 5,55,000 രൂപ പ്രകാരമാണ് വില ലഭിച്ചത്. 27% നികുതി കൂടി ഉൾപ്പെടുത്തിയാണ് 22 ലക്ഷം രൂപ. നിലമ്പൂരിന്റെ തേക്ക് ലേലത്തിലെ ചരിത്രവിലയാണിത്. പാലക്കാട് ടിംബർ സെയിൽ DFO വിമലാണ് ലേലത്തിന് നേതൃത്വം നൽകിയത്. ഈ തടി സ്വന്തമാക്കാൻ നിലമ്പൂരിലെ പ്രമുഖ വ്യാപാരികൾ ഉൾപ്പെടെ നിരവധി പേർ ലേലത്തിൽ പങ്കെടുത്തിരുന്നു. ന്യൂസ് 18 മലപ്പുറം. സഹകരണ വകുപ്പിന്റെ ഘടനയിലും പ്രവർത്തനത്തിലും കാതലായ മാറ്റങ്ങൾ വരുത്തണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സമഗ്ര നിയമ ഭേദഗതികളുമായി സഹകരണ വകുപ്പ് മുന്നോട്ടു പോകുമ്പോൾ അടിസ്ഥാന വിഭാഗത്തെയും സഹകാരികളെയും വിശ്വാസത്തിലെടുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ഇൻസ്പെക്ടേഴ്സ് ആൻഡ് ഓഡിറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന നേതൃത്വ പരിശീലന ക്യാമ്പ് സമന്വയം 2023 ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ചടങ്ങിൽ സംസ്ഥാന പ്രസിഡന്റ് PK ജയകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA മുഖ്യപ്രഭാഷണം നടത്തി. കോവിഡ് ഇടവേളയ്ക്കു ശേഷം ഉത്തര കേരളത്തിൽ തെയ്യക്കാവുകൾ ഉണരുന്നു. കണ്ണൂർ, ശ്രീകണ്ഠപുരം, കോട്ടൂർ പുതിയ ഭഗവതി ക്ഷേത്രത്തിലെ കളിയാട്ട കാഴ്ചകൾ കാണാം. രാത്രിയാകുന്നതോടെ സജീവമാകുന്ന തെയ്യക്കാവുകൾക്ക് പ്രത്യേക മനോഹാരിതയാണ്. അന്യദേശങ്ങളിൽ ജോലി ചെയ്യുന്നവർ പോലും കളിയാട്ടക്കാലമായാൽ നാട്ടിലെത്തും. പുലർച്ചെ 4 മണിയോടെ പുതിയ ഭഗവതി അരങ്ങിലെത്തും. അതിനു മുന്നോടിയായി ക്ഷേത്രത്തിൽ അഗ്നിശുദ്ധി. സന്ധ്യയോടെ അഗ്നി കൊളുത്തിയ മേലേരി മണിക്കൂറുകൾ കഴിയുമ്പോഴേക്കും കനലുകളായി മാറും. ഭഗവതിയുടെ തിരുമുടി ഉയരുമ്പോൾ തീക്കനലുകൾക്ക് പ്രത്യേക ശോഭയാണ്. മറ്റു ഭഗവതി കാവുകളിൽ നിന്നും വ്യത്യസ്തമായി വള്ളുവ സമുദായത്തിൽപ്പെട്ടവർക്കാണ് മലേരിയുടെ വിറക് മുറിക്കാനുള്ള ചുമതല. മറ്റുള്ള ക്ഷേത്രങ്ങളെല്ലാം മേലേരി മൂട്ടുന്നത് തീയന്മാർ മാത്രമാണ്. പക്ഷേ ഈ കോട്ടൂർ കാവിൽ വെച്ചാൽ മേലേരി മൂട്ടാൻ വേണ്ടി വള്ളുവ മറ നമ്മൾ അച്ചാച്ചന്മാർ മേലേരി വിറക് മുറിക്കാൻ വേണ്ടി നമ്മൾ അച്ചാച്ചന്മാർ ഇവിടെ നമ്മൾ ആളില്ലാതുകൊണ്ട് അവരെ കൊണ്ട് വിളിപ്പിച്ചിട്ട് അങ്ങനെ അവരിപ്പം അവർക്കിവിടെ പങ്കുണ്ട്. കെട്ടുകാഴ്ചയ്ക്കുള്ള അണിയലങ്ങൾ ഒരുക്കുന്ന തിരക്കിലാണ് കലാകാരന്മാർ. തോറ്റംപാട്ടുമായി തെയ്യം കെട്ടുന്നയാൾ തിരുമുറ്റത്തെത്തി. നാനാർ വിളക്കിനും തിരുവായുധത്തിനും അരിയിട്ട് വന്ദിച്ച് ദേവിയുടെ സ്തുതിഗീതങ്ങൾ. മുപ്പത് വർഷം മുമ്പ് കോളിയാടൻ തറവാട്ടുകാരുടേതായിരുന്നു ക്ഷേത്രം. എന്നാൽ ഇന്ന് ജനകീയ കമ്മിറ്റിയാണ് ക്ഷേത്രത്തിലെ ദൈനംദിന കാര്യങ്ങൾ നടത്തുന്നത്. ഇത് കോളിയാടൻ തറവാട്ട് വകയുള്ള ഒരു കാവായിരുന്നു. ഇത് കോളിയാടൻ കുഞ്ഞപ്പൻപേരായിരുന്നു. എൻ്റെ അച്ഛനാണ് ഇത് നടത്തി പോകുന്നത്. അപ്പോൾ സാമ്പത്തിക പ്രശ്നം ഉള്ളതുകൊണ്ടും അത് കമ്മിറ്റിക്ക് വിട്ടുകൊടുത്തു. ഇപ്പോൾ കമ്മിറ്റി വളരെ ഭംഗിയായി ഈ കോട്ട് ഭഗവതിക്കാവിലെ മറ്റെല്ലാ ചടങ്ങുകളും ഭംഗിയായി കൊണ്ടുപോകുന്നുണ്ട്. കോവിഡ് ഇടവേളയ്ക്ക് ശേഷം തെയ്യക്കാവുകൾ ഉണരുമ്പോൾ നിരവധി പേരാണ് തെയ്യക്കാഴ്ചകൾ ആസ്വദിക്കാനെത്തുന്നത്. ന്യൂസ് 18 ശ്രീകണ്ഠപുരം. സ്വർണ്ണക്കടത്ത് പിടികൂടുന്നതിൽ സംസ്ഥാനത്ത് മാതൃകയാകുകയാണ് മലപ്പുറം പോലീസിന്റെ കരിപ്പൂർ വിമാനത്താവളത്തിലെ നിരീക്ഷണ സംവിധാനം. ഇതിനകം 100 കേസുകൾ പിടികൂടിയ പോലീസ് പിടിച്ചെടുത്തത് 81.812 കിലോ സ്വർണ്ണമാണ്. ഇതിന്റെ മൂല്യം 42 കോടി രൂപയിൽ അധികം വരും. കഴിഞ്ഞ വർഷം ജനുവരി അവസാനം മുതലാണ് കരിപ്പൂരിൽ പോലീസ് സ്വർണ്ണക്കടത്ത് പിടികൂടാൻ പ്രത്യേക സംവിധാനം തുടങ്ങിയത്. പോലീസ് പിടികൂടിയ സ്വർണത്തിന്റെ കണക്കു തന്നെ പറയും ഈ സംവിധാനം എത്രമാത്രം ഫലപ്രദമാണെന്ന്. പോലീസ് പിടിച്ചെടുത്ത 81.812 കിലോ സ്വർണത്തിന്റെ മൂല്യം 42,72,06,689 രൂപ വരും. കരിപ്പൂർ വിമാനത്താവളത്തിലെ കസ്റ്റംസ് പരിശോധനകൾ വിജയകരമായി പൂർത്തിയാക്കി പുറത്തിറങ്ങുന്നവരിൽ നിന്നാണ് പോലീസ് സ്വർണം പിടികൂടുന്നത്. ശരീരത്തിനുള്ളിൽ ഒളിപ്പിച്ചു കിടത്തുന്ന സ്വർണം എക്സ്റേ പരിശോധനകൾ വരെ നടത്തിയാണ് പോലീസ് കൈയോടെ പിടികൂടുന്നത്. സ്വർണം കണ്ടെത്തുന്നവർ മാത്രമല്ല, കള്ളക്കടത്ത് സ്വർണം കൊണ്ടുപോകാനെത്തുന്ന ആളുകളും പോലീസിന്റെ പിടിയിലാകുന്നുണ്ട്. കള്ളക്കടത്ത് സ്വർണം തട്ടിയെടുക്കാൻ വന്ന 4 സംഘത്തെയാണ് പോലീസ് പിടികൂടിയത്. അർജുനായങ്കി അടക്കമുള്ള കുപ്രസിദ്ധ കള്ളക്കടത്തുകാരെയും ഇക്കാലയളവിൽ പോലീസിന് പിടികൂടാൻ കഴിഞ്ഞു. കള്ളക്കടത്തുകാർ മാത്രമല്ല, 3 കസ്റ്റംസ് ഉദ്യോഗസ്ഥരെയാണ് പോലീസ് സ്വർണ്ണക്കടത്ത് കേസുകളിൽ ഇതുവരെ പിടികൂടിയത്. ഈ മാതൃക മറ്റ് വിമാനത്താവളങ്ങളിൽ കൂടി നടപ്പിലാക്കാൻ ആലോചിക്കുന്നുവെന്ന്
DGP അനിൽകാന്ത് വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് 18 മലപ്പുറം. നാട്ടുവർത്തമാനം പൂർത്തിയാകുന്നു. നമസ്കാരം.